നന്ദി പറയാണ് ബഹുമാനപ്പെട്ട അമൽ സാർ, മായി ചേച്ചി, ഇവിടെ ഇരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളെ. എൻ്റെ പേര് ജിജി എസ്, വീട് കുളത്തൂർ. ഇപ്പോൾ നിയമനം ലഭിച്ചിരിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസറായിട്ടാണ്. വയനാട് ജില്ലയിലാണ്. എൻ്റെ റാങ്ക് 15 അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാതെ പപ്പയുടെ നിർബന്ധത്താൽ മാത്രമാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് പപ്പ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. ശരിക്കും സങ്കടത്തോടും വിഷമത്തോടും ഒക്കെയാണ് ഇവിടെ വരുന്നത്. കാരണം PSC എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. PSC ജോലി എനിക്ക് വേണമെന്ന് അതുവരെയും തോന്നിയിട്ടില്ലായിരുന്നു. ഒരു ടീച്ചർ ആവണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിപ്പോൾ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും കുഴപ്പമില്ല, ഒരു ടീച്ചർ ആവണം എന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഞാൻ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. B.Edനൊക്കെ അഡ്മിഷൻ എടുക്കണം, അത് കെമിസ്ട്രിയോ ബയോളജിയോ തന്നെ ടീച്ചർ ആവണം എന്നൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു. വീട്ടിലും സപ്പോർട്ടൊക്കെ ആയിരുന്നു. കോളേജിലും സാറുമാരും ടീച്ചർമാരും ഒക്കെ അതുപോലെ ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ടായിരുന്നു ടീച്ചർ ആവുക എന്നുള്ളത്. കാരണം എന്നിലൊരു ടീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞു തന്നത് അവരൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എൻ്റെ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഒരു ടീച്ചറായിട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം. അപ്പോൾ എനിക്ക് ആദ്യം അതൊരു റിസ്ക് ആയിരുന്നു. കാരണം 40-50 പേരൊക്കെ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ കയറി പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. പക്ഷേ എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന ഒരു ടീച്ചറാണല്ലോ. അതുകൊണ്ട് ഞാൻ ശരിക്കും എന്ത് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സെറ്റായി, കുട്ടികളായിട്ടൊക്കെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റി. ഞാൻ ശരിക്കും ആ ഒരു പ്രൊഫഷനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഡിഗ്രി റിസൾട്ടൊക്കെ വന്നു. B.Edൻ്റെ അഡ്മിഷനൊക്കെ ഞാൻ അപ്ലൈ ഒക്കെ ചെയ്തു. എനിക്ക് ഏതാണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ സമയമായപ്പോൾ ആരൊക്കെയോ പറഞ്ഞിട്ട് എൻ്റെ പപ്പ പറഞ്ഞു, നീ B.Edന് പോകണ്ട, PSCയിൽ പോയാൽ മതി, ഈ ഒരു ഏരിയയിലുള്ള ഏറ്റവും നല്ലൊരു സെൻറ്ററിൽ വിട്ട് തന്നെ നിന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. എനിക്കതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു നോക്കി പലതവണ, പക്ഷേ പപ്പയ്ക്ക് മനസ്സ് മാറിയില്ല. ഞാൻ കരഞ്ഞു നോക്കി. അപ്പോഴും പപ്പ പറഞ്ഞു, വേണ്ട, നീ പഠിക്കുന്നുവെങ്കിൽ PSC പഠിക്കുക, B.Ed നമുക്ക് ഇപ്പോഴത്തേക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ആ ഒരു പ്രായത്തിൽ നമുക്കത് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ആഗ്രഹിച്ച് കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നം അതിന് ഓപ്പോസിറ്റായിട്ട് നടക്കുമ്പോൾ. എന്നിട്ടും പപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനിവിടെ വരുന്നത്. വന്നപ്പോൾ ഏറ്റവും പുറകിലത്തായിട്ട് ആ സൈഡ് ഭാഗത്തായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. 2-3 ബെഞ്ച് മുന്നോട്ട് ആ ഒരു ഭാഗത്തായിരുന്നു. അപ്പോൾ എനിക്ക് വന്ന ദിവസം തന്നെ ഒരു ഫ്രണ്ടിനെ കിട്ടി. അവളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല PSCയിൽ വരാനായിട്ട്,